Today we are going to study what is specific speed of a turbine. So as the definition says, it is the speed of a turbine which is identical in shape. That means either it can be in geometrical dimension, blade angles, gate openings, etc. with the actual turbine, but of such a size that it will develop unit power when working under unit head. ഒരു എക്സാമ്പിൾ പറയാം. സോ നമുക്ക് വലിയൊരു ടർബൈൻ ഉണ്ട്. സോ വി ഹാവ് എ ബിഗ് ടർബൈൻ ഹിയർ. ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് ഈ ഒരു ടർബൈൻ ഒരു 5000 കിലോ വാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു 250 മീറ്റർ ഹെഡിൽ 5000 കിലോ വാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. സോ അതിൻ്റെ RPM എത്ര ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? സോ അത് നമുക്ക് ഇത്രയും വലിയൊരു ടർബൈൻ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യാം? വി പ്രിപ്പയർ എ സ്മോളർ ടർബൈൻ ഓഫ് സിമിലർ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിക്കൽ ഷേപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിമിലർ ഷേപ്പാണ്, അതിൻ്റെ ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കും. സോ ഒരു സിമിലർ ഷേപ്പിലുള്ള ഒരു ചെറിയ ടർബൈൻ വി പ്രിപ്പയർ, ദാറ്റ് ഈസ് വർക്കിംഗ് അണ്ടർ ദാറ്റ് ഈസ് 1 കിലോ വാട്ട് അല്ലെങ്കിൽ ആൻഡ് 1 യൂണിറ്റ് ഹെഡ്. അതായത് 1 യൂണിറ്റ് പവർ, അല്ലെ യൂണിറ്റ് പവറിലും യൂണിറ്റ് ഹെഡിലും വർക്ക് ചെയ്യുന്ന ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ടർബൈൻ. സോ ഇവിടെ ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരുന്നത് 5000 കിലോ വാട്ട് ആൻഡ് അറ്റ് 250 ഹെഡാണ്, 250 മീറ്റർ ഹെഡാണ്. ഇവിടെ നമ്മൾ 1 കിലോ വാട്ട് അറ്റ് 1 മീറ്റർ ഹെഡ്, ജോമെട്രിക്കലി സിമിലർ ആണ്. അപ്പോൾ ഈ ടർബൈൻ എത്ര RPM പ്രൊഡ്യൂസ് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RPM ആയിരിക്കും ഇതും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടും സെയിം എന്നല്ല, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RPM ആയിരിക്കും ഇവിടെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്പെസിഫിക് സ്പീഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ. ഓക്കെ, സോ എ സ്പെസിഫിക് സ്പീഡ് ഓഫ് എ ടർബൈൻ ഈസ് denoted by the symbol NS. NS is the specific speed of the turbine. The specific speed is used for comparing different types of turbine, as every type of turbine has different specific speed. പല ടർബൈൻസിനും പല സ്പെസിഫിക് സ്പീഡാണ്. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന സ്പെസിഫിക് സ്പീഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം 2 ടൈപ്പ് യൂണിറ്റ് സിസ്റ്റം ഉണ്ട്. MKS, SI ഉണ്ട്, വേറെ സിസ്റ്റംസും ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. സോ ഇൻ MKS സിസ്റ്റം നമ്മൾ യൂണിറ്റ് പവറിനെ ഹോഴ്സ് പവറിലാണ് എടുക്കുന്നത്, യൂണിറ്റ് ഹെഡിനെ 1 മീറ്റേഴ്സിലാണ് എടുക്കുന്നത്. Similarly, in SI unit, power is taken in kilowatt and head is taken in meter. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ നെക്സ്റ്റ് ഈസ് ഡെറിവേഷൻ ഓഫ് ഫോർ സ്പെസിഫിക് സ്പീഡ്. നമുക്ക് സ്പെസിഫിക് സ്പീഡിൻ്റെ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? വാട്ട്സ് ഓവറോൾ എഫിഷ്യൻസി? ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ വാട്ടർ പവർ ആണ്, അല്ലേ? സോ ദറ്റ് ഈസ് ദ പവർ ഡെവലപ്ഡ് ഡിവൈഡ് ബൈ റോ. വാട്ടർ പവർ എന്ന് പറയുന്നത് എന്താണ്? റോ GQH ഡിവൈഡ് ബൈ 1000. സോ അത് നമുക്ക് കിട്ടുന്നതാണ്, ദാറ്റ് ഈസ് P ഡിവൈഡ് ബൈ റോ GQH ബൈ 1000 നമുക്ക് കിട്ടും. വേർ H is the head under which the turbine is working and Q is the discharge through the turbine and P is the power developed, അല്ലെങ്കിൽ ഷാഫ്റ്റ് പവർ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് ഈ ഇക്വേഷനകത്ത് നമ്മൾ പവർ കണ്ടുപിടിക്കുക. സോ ഈ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ താഴത്തെ ടേം ഫുള്ള് ഈ സൈഡിലേക്ക് പോകും. ദാറ്റ് ഈസ് ഓവറോൾ എഫിഷ്യൻസി ഇൻറ്റു റോ GQH ഡിവൈഡ് ബൈ 1000. ദാറ്റ് വിൽ ബി ദ പവർ. നിങ്ങൾക്കറിയാമല്ലോ, സെയിം ഈ ഇക്വേഷനകത്തു നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. സോ ഇതിനകത്ത് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടർബൈൻ്റെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. റോ കോൺസ്റ്റൻ്റ് ആണ്, G കോൺസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ട് നമുക്കിതിനെ എന്ത് എഴുതാം? പവർ ഈസ് പ്രപ്പോർഷണൽ ടു QH എന്ന് നമുക്ക് എഴുതാം. കാര്യം ഇവിടെ Qയും Hഉം മാത്രമാണ് ഉള്ളത്. കാര്യം ഇവിടെ ഓവറോൾ എഫിഷ്യൻസി റോ G 1000 ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ദിസ് വിൽ ബി മാർക്ക്ഡ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇനി D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ആക്ച്വൽ ടർബൈൻ ആണ്. N is the speed of the actual turbine. U is the tangential velocity of the turbine. And S is the specific speed of the turbine. And V is the absolute velocity of the water. The absolute velocity, the tangential velocity and head are related like this. U is proportional to V, where V is proportional to root h. എന്തുകൊണ്ടാണ് V is proportional to root h എന്ന് നമ്മൾ എഴുതിയത്? കാര്യം എന്താണ്? V is equal to, നമ്മുടെ ഇക്വേഷൻ നേരത്തെ ഉണ്ടായിരുന്നു, V is equal to CV into root of 2GH എന്ന് നമ്മളൊരു ഇക്വേഷൻ എഴുതിയായിരുന്നു. സോ അതിൽ നിന്ന് V is proportional to root h എന്ന് നമുക്ക് എഴുതാം, അല്ലേ? CV കോൺസ്റ്റൻ്റ് ആണ്,
root 2g is a constant ആണ്. So we can write that v is proportional to root g. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, u is proportional to root h എന്ന്. അപ്പം ഈ v യെ റീപ്ലേസ് ചെയ്ത് root h എന്ന് നമ്മളിവിടെ എഴുതുന്നു. പക്ഷേ ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, u ഈക്വൽ ടു പൈ ഡി എൻ ബൈ 60 ആണ് ടാൻജൻഷ്യൽ വെലോസിറ്റി. ദാറ്റ് ഈസ് u is proportional to dn നമുക്ക് എഴുതാം അല്ലേ. സോ ഫ്രം ഇക്വേഷൻ 3 and 4 എന്തായിരുന്നു ഇക്വേഷൻ 3 എന്ന് പറയുന്നത്, ഇക്വേഷൻ 3 എന്ന് പറയുന്നത് u is proportional to root h എന്ന് നമ്മൾ എഴുതി. ആൻഡ് ഇക്വേഷൻ 4 എന്ന് പറയുന്നത് എന്താണ്, u is proportional to dn എന്ന് നമ്മൾ എഴുതി. സോ ഇവിടെ ആ രണ്ട് ഇക്വേഷൻസ് കൂടെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് എച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി എൻ അല്ലെങ്കിൽ ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് ബൈ എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി വാട്ട് ഇസ് ഡിസ്ചാർജ്? ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു ബി ഇൻറ്റു ഡി, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എഴുതാം, പൈ നമ്മൾ നേരത്തെ ക്യൂയുടെ വേറൊരു ഇക്വേഷൻ എഴുതിയായിരുന്നു, പൈ ഡി ബി എഫ് ഇൻറ്റു വി എഫ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതി അല്ലേ. അതായത് പൈ ഡി ഇൻറ്റു ബി ആ ബ്ലേഡിൻ്റെ വിഡ്ത്ത് വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ എഴുതി. സോ അവിടെ നമുക്ക് രണ്ട് ടേംസ്, ദാറ്റ് ഈസ് ബി ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി ആണ് അല്ലേ, ബ്ലേഡിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് ഡയമീറ്ററിനും അത് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടാണ് പോകുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. രണ്ടും സെയിം ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു, ഡി ഇൻറ്റു ഡി. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ. സോ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ക്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ഇൻറ്റു റൂട്ട് എച്ച് എന്ന് നമുക്ക്, ക്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ ഇൻറ്റു റൂട്ട് എച്ച് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി സ്ക്വയർ. ഡിയുടെ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു എന്താണ്, ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് എച്ച് ബൈ എൻ ഫ്രം ഇക്വേഷൻ 5. അപ്പോൾ നമ്മൾ ഈ ഡിയുടെ വാല്യൂ നമ്മൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്ത് എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി, ഡിക്ക് പകരം എന്ത് എഴുതി, റൂട്ട് എച്ച് ബൈ എൻ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് എച്ച് എന്ന് നമ്മൾ എഴുതി. സോ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇത് സ്ക്വയർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്, ദാറ്റ് ഈസ് എച്ച് ബൈ എൻ സ്ക്വയർ ഇൻറ്റു റൂട്ട് എച്ച്, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇത് എച്ചും റൂട്ട് എച്ചും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ എച്ച് റേസ് ടു 3/2 എന്ന് എഴുതി, ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് ക്യൂ ഫ്രം ഇക്വേഷൻ 2. അപ്പം അത് ഇക്വേഷൻ 2 നമുക്കുണ്ട്. എന്താണ് ഇക്വേഷൻ 2 എന്ന് പറയുന്നത്, വി ഹാവ് ദ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് പി ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂ ഇൻറ്റു എച്ച്. അതാണ് നമ്മുടെ ഇക്വേഷൻ 2 എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ 2-നകത്തേക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് പി ഈസ് പ്രൊപ്പോർഷണൽ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് ക്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു എച്ച് റേസ് ടു 3/2 ബൈ എൻ സ്ക്വയർ എന്ന് കിട്ടി. സോ നമ്മൾ ക്യൂവിനോട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു എച്ച്. സോ നമുക്ക് ജനറലി എന്ത് എഴുതാം, എച്ച് റേസ് ടു 5/2 ബൈ എൻ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമ്മളിവിടെ കോൺസ്റ്റൻറ്റ് സിമ്പിൾ നമ്മൾ മാറ്റിയിട്ട് അതിലൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്. പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ ഇവിടെ ചേഞ്ച് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എച്ച് റേസ് ടു 5/2 ബൈ എൻ സ്ക്വയർ എന്ന് നമുക്കിവിടെ എഴുതാം. സോ കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഇനി നമ്മൾ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്, പവർ 1 ആണ്, യൂണിറ്റ് പവറിൽ യൂണിറ്റ് ഹെഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീഡാണ് സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനകത്തേക്ക് നമ്മൾ ഈ പറയുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ പവർ ഈസ് 1, കെ ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എച്ച് യൂണിറ്റ് ഹെഡാണ്, ദാറ്റ് ഈസ് 1, എൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് സ്പീഡ് എൻ എസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഓർ എൻ എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ എസ് സ്ക്വയർ എന്ന് പറയുന്നത് കെ തന്നെയാണ്, കാര്യം ഇത് രണ്ടും 1 ആണ് അല്ലേ. സോ ഈ എൻ എസ് സ്ക്വയർ ഇങ്ങോട്ട് വരും. സോ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് എൻ എസ് സ്ക്വയർ ആസ് 1. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനകത്തേക്ക് നമ്മൾ കെയുടെ വാല്യൂവിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എൻ എസ് സ്ക്വയർ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ പി ഈസ് ഈക്വൽ ടു എൻ എസ് സ്ക്വയർ ഇൻറ്റു എച്ച് റേസ് ടു 5/2 ബൈ എൻ സ്ക്വയർ, അല്ലെങ്കിൽ എൻ എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പി ബൈ h raised to 5/2, and ns is equal to root of n square p by h raised to 5/2, or we can write root അകത്തേക്ക് കിട്ടി കഴിഞ്ഞാൽ n root p into h raised to 5/4 എന്ന് നമുക്ക് കിട്ടും. So this is the equation for the specific speed of a turbine, that is ns is equal to n root p into divided by h raised to 5/4. So ഈ equation നിങ്ങൾ കാണാതെ പഠിക്കണം. What is the specific speed of a turbine? So what is the significance of a specific speed? അപ്പോൾ സ്പെസിഫിക് സ്പീഡ് നോക്കിയിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ടർബൈൻ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓൾസോ ദ പെർഫോമൻസ് ഓഫ് എ ടർബൈൻ ക്യാൻ ബി പ്രഡിക്റ്റഡ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് സ്പീഡ്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്.
അതായത് സ്പെസിഫിക് സ്പീഡ് അതിൻ്റെ പല വാല്യൂസ് എം കെ എസും എസ് ഐയുടെയും പല വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ MKS 10 to 35 ആണ് സ്പെസിഫിക് സ്പീഡ്, അല്ലെങ്കിൽ സെയിം എസ് ഐയിൽ 8.5 to 30 ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വിൽ ബി യൂസിങ് എ പെൽട്ടൺ വീൽ വിത്ത് എ സിംഗിൾ ജെറ്റ്. If the specific speed is between 35 to 60 in MKS or 30 to 51 in SI, we will use a Pelton turbine with 2 or more jet. Similarly, സ്പെസിഫിക് സ്പീഡ് എം കെ എസിൽ 60-നും 300-നും ഇടയിൽ, അല്ലെങ്കിൽ എസ് ഐയിൽ 51-നും 225-നും ഇടയിലാണെങ്കിൽ we will use a Francis turbine. And if the specific speed in MKS system is between 300 to 1000 and in SI unit between 255 and 860, we will use a Kaplan turbine or propeller turbine. So here we have a problem. A Pelton wheel develops 8000 kilowatt under a net head of 130 meter at a speed of 200 rpm. Assuming coefficient of velocity for nozzle as 0.98, hydraulic efficiency of 87%, speed ratio 0.46 and the jet to wheel diameter 1/9. Determine discharge required, diameter of the wheel, diameter and number of jet required. Fourth one is specific speed. The mechanical efficiency is 75%. So here we have a problem related to Pelton wheel. Okay. So we have to take down what are the data is given. Okay. So a Pelton wheel develops 8000 kilowatt under a net of 130 meter. So ഇവിടെ നമുക്ക് പവർ തന്നിട്ടുണ്ട്, അതുപോലെ ഹെഡും നെറ്റ് ഹെഡും തന്നിട്ടുണ്ട്. So what is our power? So we have our power as P is equal to എത്രയാണ് തന്നിരിക്കുന്നത്? 8000 kilowatt. So we have the power as 8000 kilowatt. And the net head, that is H is given as 130 meters. So H തന്നിട്ടുണ്ട്, പവറും തന്നിട്ടുണ്ട്, H തന്നിട്ടുണ്ട്. At a speed of 200 rpm, so we have the value of n is equal to 200 rpm. And we have the coefficient of velocity, that is CV തന്നിട്ടുണ്ട്. That is CV is equal to that is 0.98. That is the coefficient of velocity for the nozzle നമുക്ക് തന്നിട്ടുണ്ട്, 0.98. And the hydraulic efficiency, it is 87%. Hydraulic efficiency എന്ന് പറയുന്നത് 87% ആണ്. And the speed ratio തന്നിട്ടുണ്ട്. Speed ratio എന്ന് പറയുന്നത് എത്രയാണ്? 0.46. And the jet to the wheel diameter, അതായത് ജെറ്റ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സ്മോൾ ഡി ആണ്, വീൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി ആണ്. സോ D/D റേഷ്യോ എന്ന് പറയുന്നത് 1/9 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ what is the discharge required. So we have to find out what is Q. Then diameter of the wheel, that is capital D നമുക്ക് കണ്ടുപിടിക്കണം. Then diameter of the jet, that is small d എത്രയാണെന്ന് കണ്ടുപിടിക്കണം. And the number of jet required, അപ്പം അതിന് വെച്ചിട്ട് n കണ്ടുപിടിക്കണം. Then specific speed, NS, specific speed, ഇത്ര നമുക്ക് കണ്ടുപിടിക്കാം. And it's also given us the mechanical efficiency as 75%. So you have mechanical efficiency is equal to 75%. ഇത്രയും ഡേറ്റാസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഇതിനകത്തു നിന്ന് നമുക്ക് എങ്ങനെ മുമ്പോട്ട് നീങ്ങാൻ പറ്റും? സോ ഇനീഷ്യലി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് എടുക്കാം. സ്പീഡ് റേഷ്യോ തന്നിട്ടുണ്ട്, CV തന്നിട്ടുണ്ട് അല്ലേ? ഈ രണ്ട് വാല്യൂസിനകത്ത് നമുക്ക് രണ്ട് അൺനോൺസ് നമുക്ക് എടുക്കാം. അതായത് വി ഹാവ്, സോ അതിൽ തന്നെ നമുക്ക് U1-ന്റെ ഇക്വേഷൻ എടുക്കാം അല്ലേ? വാട്ട് ഈസ് U1? U1 is equal to 5 into root of 2gh അല്ലേ? U1 is equal to 5 into root of 2gh. സോ ഇതിനകത്ത് 5 എന്ന് പറയുന്നത് എന്താണ്? 5 is the speed ratio. അപ്പോൾ സ്പീഡ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് 5 അറിയാം, G അറിയാം, H അറിയാം. അപ്പോൾ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് U1 അല്ലേ? സോ 5 എന്ന് പറയുന്നത് 0.46 ആണ്. 46 into root of 2 into G is 9.81
into h എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? h is 130. So we can find out what is u1. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? So we will get the value of u1 as 23.23 meter per second എന്ന് കിട്ടും. So that is a u1. u1 is 23.23 meter per second എന്ന് കിട്ടും. ഇനി what is cv തന്നിട്ടുണ്ട് അല്ലേ? So here cv എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ആണ്. സോ വി ഹാവ്, നമുക്കിവിടെ വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? v1 എന്ന് പറയുന്നത് നമ്മൾ പെൽറ്റൺ ടർബൈൻ ചെയ്തപ്പോൾ നമ്മൾ ചെയ്തായിരുന്നു. v1 = cv × √2gh എന്ന് ചെയ്തായിരുന്നു. സോ ഹിയർ cvയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് cvയുടെ വാല്യൂ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 0.98 × √2 × 9.81 × h130. So we have the value of v1 as 49.49 meter per second. So നമുക്ക് പ്രധാനപ്പെട്ട വാല്യൂസ് രണ്ടെണ്ണം നമുക്ക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് Q ആണ് അല്ലേ? We have to find out what is the discharge. So എങ്ങനെ നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും? സോ നമുക്ക് എഫിഷ്യൻസിയുടെ ഒരു ഇക്വേഷൻ അറിയാം അല്ലേ? നമുക്ക് എഫിഷ്യൻസി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ് എഫിഷ്യൻസി വെച്ചിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ? ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? നമുക്കിവിടെ രണ്ട് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്ന എഫിഷ്യൻസി എന്തൊക്കെയാണ്? മെക്കാനിക്കൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട് 75%, ആൻഡ് ഹൈഡ്രോളിക് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ഹൈഡ്രോളിക് എഫിഷ്യൻസി എത്രയാണ്? നമ്മുടെ 87% അല്ലേ? പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ വാട്ടർ പവർ ആണ്. ഷാഫ്റ്റ് പവർ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ P = പിയുടെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. വാട്ടർ പവർ എന്ന് പറയുന്നത് എന്താണ്? ρg/Q/h/1000 ആണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് Q മാത്രമാണെന്നുള്ളൂ. അപ്പം ഈ ഓവറോൾ എഫിഷ്യൻസി അറിയാമെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് Q കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പം. അപ്പോൾ ഇതിനകത്ത് നിന്ന് രണ്ട് എഫിഷ്യൻസി ഉണ്ട്. ഇതിനകത്തുനിന്ന് എങ്ങനെ ഓവറോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്? വി ഹാവ് ഓവറോൾ എഫിഷ്യൻസി = മെക്കാനിക്കൽ എഫിഷ്യൻസി × ഹൈഡ്രോളിക് എഫിഷ്യൻസി എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് 0.75 × 0.87. That will be our overall efficiency. So we will get the value of overall efficiency as 0.6525. ഇതാണ് നമ്മുടെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓവറോൾ എഫിഷ്യൻസി കണ്ടുപിടിച്ചു അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? ഓവറോൾ എഫിഷ്യൻസി = ഷാഫ്റ്റ് പവർ ഡിവൈഡ് ബൈ വാട്ടർ പവർ. ദാറ്റ് ഈസ് ഷാഫ്റ്റ് പവറിന്റെ വാല്യൂ എന്താണ്? നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് 8000 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ വി ഹാവ് 8000 ഡിവൈഡ് ബൈ വാട്ടർ പവർ, ദാറ്റ് ഈസ് ρg/Q/h ഡിവൈഡ് ബൈ 1000 ആണ് അല്ലേ? സോ ഇതാണ് നമുക്കുള്ള ഇക്വേഷൻ. സോ ഇതിനകത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ദാറ്റ് ഈസ് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് 0.65 0.6525 is equal to 8000 into ഈ 1000 മുകളിലേക്ക് പോകും into 1000 divided by rho is also 1000 into 9.81 into Q നമുക്ക് unknown ആണ് into h എന്ന് പറഞ്ഞാൽ 130 ആണ് അല്ലേ? 130. From that we can find out what is the value of Q. So ഇതിനകത്ത് നിന്ന് we will get the value of Q as 9.614 meter cube per second എന്ന് നമുക്ക് കിട്ടും. That's the value of Q. അതാണ് നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. So we have the value of Q as 9.614 meter cube per second. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? സെക്കൻഡ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡയമീറ്റർ ഓഫ് വീലാണ്. ഡയമീറ്റർ ഓഫ് വീൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ D അല്ലേ? ക്യാപിറ്റൽ D എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ u1 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ u1ന്റെ വേറെ ഇക്വേഷൻ u1 = πdn/60 ആണ്. n-ന്റെ വാല്യൂ നമുക്കറിയാം. ദാറ്റ് ഈസ് ഇതിനകത്ത് നമുക്ക് d കണ്ടുപിടിക്കാം. സോ d വിൽ ബി u1 is u1ന്റെ വാല്യൂ എത്ര? 23.23 into 60 divided by pi into n is 200 അല്ലേ? n 200 അല്ലേ? Yes, 200. From that we can find out what is the value of d. So we will get the value of d as
2.218 meters. So ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഡിയും കിട്ടി. അടുത്ത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? That is small d, that is diameter of jet and number of jet. ഇത് രണ്ടുമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം സ്മോൾ ഡി ബൈ ക്യാപിറ്റൽ ഡി നമുക്ക് 1/9 എന്ന് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഫ്രം ദാറ്റ് ക്യാപിറ്റൽ ഡി നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് സ്മോൾ ഡി, അല്ലേ? So what will be small d? 1/9 into capital D, that is 1/9 into 2.218 meter. So എത്ര ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ ഫോർ സ്മോൾ ഡി? We will get the value of small d as 0.2464 meters. ഇനി നമ്പർ ഓഫ് ജെറ്റ് കണ്ടുപിടിക്കണം, അല്ലേ? ഇപ്പം എത്ര ജെറ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന ഡിസ്ചാർജ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്പർ ഓഫ് ജെറ്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? നമ്പർ ഓഫ് ജെറ്റ് വിൽ ബി ടോട്ടൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ് ബൈ 1 ജെറ്റ് ആയിരിക്കും, അല്ലേ? അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ജെറ്റ് വേണമെന്ന് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ടോട്ടൽ ഡിസ്ചാർജ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ അവർ ടോട്ടൽ ഡിസ്ചാർജ് ഈസ് എത്രയാണ്? 9.614 ഡിവൈഡ് ബൈ ഡിസ്ചാർജ് ബൈ 1 ജെറ്റ്. ഒരു ജെറ്റിൻ്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. അപ്പം ഏരിയ ഇൻറ്റു V1, ഈ ഏരിയ ഇൻറ്റു ജെറ്റിൻ്റെ വെലോസിറ്റി. സോ ആ ഏരിയ അങ്ങനെ കണ്ടുപിടിക്കും. ദറ്റ് ഈസ് 9.614 ഡിവൈഡ് ബൈ π/4 ഇൻറ്റു സ്മോൾ ഡി. ഇവിടെ നമ്മൾ സ്മോൾ ഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.2464 ഹോൾ സ്ക്വയർ സ്മോൾ ഡി ഇൻറ്റു വെലോസിറ്റി. V1 നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് V1 ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു √2gh വെച്ചിട്ട് നമ്മൾ CV കണ്ടുപിടിച്ചതാണ്. സോ എത്ര V1ൻ്റെ വാല്യൂ? ദാറ്റ് ഈസ് 49.49. സോ ഇതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ജെറ്റ് കിട്ടും. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 4.07. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 4 ജെറ്റ്സ് എന്ന് നമുക്ക് എടുക്കാം. അപ്രോക്സിമേറ്റ്ലി 4 ജെറ്റ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഡിസ്ചാർജ് അവൈലബിൾ ആകുന്നത്. ആൻഡ് ഫൈനലി വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ സ്പെസിഫിക് സ്പീഡ്. What will be the specific speed? NS. NSന്റെ ഇക്വേഷൻ എന്താണ്? NS ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ NSന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് N√P ഡിവൈഡ് ബൈ h⁵5/4. നമ്മൾ നേരത്തെ പഠിച്ചു NSന്റെ ഇക്വേഷൻ. സോ ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. Nന്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 200 ഇൻറ്റു √P എത്രയാണ്? 8000, അല്ലേ? 8000 ഡിവൈഡ് ബൈ h ഈസ് 130. 130 whole raised to 5/4. So we will get the value of NS as 40.75 RPM. That is the specific speed of the turbine, 40.75 RPM. So this problem നേരത്തെ പോലെ തന്നെയാണ്. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക, മനസ്സിലാക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. ഓക്കെ.